ആഗോള വിപണിയിലെ ചാഞ്ചാട്ടമാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. എന്നാൽ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വില വ്യത്യാസപ്പെടാറുമുണ്ട്. ചിലയിടങ്ങളിൽ സ്വർണ്ണവില മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇറാൻ-US വെടിനിർത്തൽ തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 365 രൂപയും പവന് 2920 രൂപയും ഇന്ന് വർദ്ധിച്ചു. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 1,12,800 രൂപയും 1 ഗ്രാം സ്വർണ്ണത്തിന് 14,100 രൂപയുമായി. US-ഇറാൻ അനിശ്ചിതത്വത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ 2% വർദ്ധിച്ച ഔൺസിന് $4,803 സ്വർണ്ണം ഇന്ന് വ്യാപാരം നടത്തുന്നത്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ മറ്റ് ചില അധിക ചെലവുകൾ കൂടി ഉപഭോക്താക്കൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെ പണിക്കൂലിയുടെയും ആകെ തുകയുടെ 3% GST കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. അതേസമയം ചിലയിടങ്ങളിൽ സ്വർണ്ണവില മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും. കുറഞ്ഞ നികുതിയും തുറമുഖങ്ങളുമായുള്ള സാമീപ്യവുമാണ് വിലക്കുറവിന് കാരണം. സ്വർണ്ണം വിലക്കുറവിൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യമുള്ളത് കേരളമാണ്. ഈ പട്ടികയിൽ പിന്നെയുള്ളത് തമിഴ്നാടാണ്. തുടർന്ന് കർണാടക, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.